ഫോട്ടോഷോപ്പ് ടൂൾസിലെ ഫിഫ്ത്ത് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് സെറ്റ് ഓഫ് സെലക്ഷൻ ടൂൾ ആയിട്ടുള്ള മാജിക് വാണ്ട്, ക്വിക്ക് സെലക്ഷൻ ആൻഡ് ഒബ്ജക്ട് സെലക്ഷൻ ടൂളാണ്. നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ടൂള് ക്വിക്ക് സെലക്ഷൻ ടൂളാണ്. ഈ ടൂൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലെയറിലെ ഒരു ഒബ്ജക്റ്റിനെ അതിന്റെ എഡ്ജ് ഐഡന്റിഫൈ ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇതിൽ ഈ ടൂളിന്റെ ബ്രഷ് സൈസ് വളരെ ചെറുതായിട്ട് കിടക്കുന്നത്, അത് നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബ്രഷിന്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടോപ്പിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ബ്രഷിന്റെ സൈസ് കൂടും. ഇത് നമുക്കൊരു ഇത്ര കൊടുക്കാം. ബേസിക്കലി ബ്രഷിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ബ്രഷ് ടൂൾ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ ബ്രഷിന്റെ സൈസ് കൂട്ടിയിട്ട് ആ റെഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ റെഡ് പോർഷന്റെ എഡ്ജ് കണ്ടുപിടിച്ചിട്ട് അതിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്തു. അതായത് നമ്മൾ മാഗ്നറ്റിക് ലാസ് ഉപയോഗിച്ചിട്ട് എഡ്ജസിന്റെ മുകളിൽ കൂടെ വരച്ചു പോയതിനു പകരം ഒറ്റയടിക്ക് സോഫ്റ്റ്വെയർ തന്നെ അതിന്റെ എഡ്ജ് ഐഡന്റിഫൈ ചെയ്ത് അത്രയും പോർഷനെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തു. ബ്രഷിന്റെ സൈസ് മാറുന്നതനുസരിച്ച് എഡ്ജ് ഐഡന്റിഫൈ ചെയ്യുന്ന റേഞ്ചും ചേഞ്ച് ചെയ്യും. ഇപ്പൊ ചെറിയ ബ്രഷ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കത് മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിന് പകരം ഒറ്റയടിക്ക് ഇയാളുടെ കണ്ണിൻ്റെ ഉള്ളിൽ ആ ഒരു പോർഷൻ അതിന്റെ എഡ്ജസ് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമ്മുടെ ബ്രഷിന്റെ സൈസ് അനുസരിച്ചാണ് ഇത് ഓരോ എഡ്ജസിനെയും ഐഡന്റിഫൈ ചെയ്യുക. ശരിക്കും ഈ ഒരു ടൂളിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിലുള്ള പിക്സൽസിന്റെ അറേഞ്ച്മെന്റിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ബാക്കിയുള്ളതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഈ റെഡ് പോർഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റെഡിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് പ്രോപ്പർ ആയിട്ടൊരു ബൗണ്ടറിയോ കാര്യങ്ങളോ അവിടെ ഇല്ല. അപ്പൊ ആ റെഡ് പോർഷന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ആളുടെ ഷർട്ട് അല്ലെങ്കിൽ ആളുടെ ബോഡി തുടങ്ങുന്നിടത്താണ്. അപ്പോൾ അവിടം വരെ ഈ ടൂള് സെലക്ട് ചെയ്യും. നമ്മുടെ നെക്സ്റ്റ് ടൂള് എന്ന് പറയുന്നത് ഒബ്ജക്ട് സെലക്ഷൻ ടൂളാണ്. ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ എന്താണെന്നുള്ളത് നമ്മുടെ ജിഫിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം മനസ്സിലാവും. അതായത് നമ്മുടെ ലെയറിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എഡ്ജസ് നോക്കി അതിനെ ഒറ്റയടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ഒബ്ജക്ട് സെലക്ഷൻ ടൂള്. ഉദാഹരണത്തിന് നമ്മളിവിടെ ഇയാളുടെ തലയുടെ പോർഷൻ സെലക്ട് ചെയ്യാണ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ എഡ്ജസ് വെച്ചിട്ട് ആളുടെ തലയാണ്, ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ള ആളുടെ തലയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പം നമ്മളിത് വിട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോട്ടോഷോപ്പ് അയാളുടെ തലയുടെ എഡ്ജസ് മനസ്സിലാക്കി അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ സെലക്ട് ചെയ്തു. ഇത് പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു ടൂളാണ്. ഇവിടെ നമുക്ക് മാർക്യൂ അല്ലെങ്കിൽ ലാസോയും യൂസ് ചെയ്യാം. ലാസോ ആകുമ്പോൾ നമുക്കിതിവിടെ എടുത്തിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻ വരച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒബ്ജക്റ്റിന്റെ എഡ്ജസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യും. ഈ ഒരു ടൂള് നമ്മുടെ പണി വീണ്ടും എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്. ഇതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ക്വിക്ക് സെലക്ഷൻ ടൂളോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലാസോയോ നോർമൽ ലാസോയോ എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ട അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ട അവസ്ഥ വരുമായിരുന്നു. ഇതിപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലെയിൻ ആയിട്ട് റെഡ് കളർ വന്നേക്കണോണ്ടാണ് ഒബ്ജക്റ്റ് ഇത്ര എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. അതേസമയം ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ മറ്റ് ചിത്രങ്ങളൊക്കെ ഉള്ള ഒരു ഇമേജ് ആയിരുന്നു ഇതെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ എഡ്ജസ് വരുമ്പോൾ ഈ ഒരു ടൂളിന് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് മാഗ്നറ്റിക് ലാസോയോ അല്ലെങ്കിൽ ലാസോ ടൂളോ എടുത്തിട്ട് നമ്മളായിട്ട് തന്നെ എഡ്ജസ് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരുമായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ടൂള് മാജിക് വാണ്ട് ടൂളാണ്. മാജിക് വാണ്ട് ടൂള് ക്വിക്ക് സെലക്ഷൻ ടൂളിന്റെ പോലെ തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് സെലക്ഷൻ ടൂള് ഒരു ഒബ്ജക്റ്റിന്റെ എഡ്ജ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യണമെങ്കിൽ മാജിക് വാണ്ട് കളർ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യണത്. അതായത് ഒരുപോലത്തെ കളർ നമുക്ക് മാജിക് വാണ്ട് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പറഞ്ഞ എല്ലാ സെലക്ഷൻ ടൂളിലും നേരത്തെ പറഞ്ഞ പോലെ അഡീഷനും സബ്ട്രാക്ഷനും മോഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ബ്ലൂ കളർ നമ്മൾ അങ്ങനെയാണ് ഇവിടെ സെലക്ട് ചെയ്തത്. പക്ഷേ ഈ ഷർട്ടിൽ പല വേരിയേഷൻ ഓഫ് ബ്ലൂ ഉണ്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ റെഡിന്റെ പല വേരിയേഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യണതിന്റെ റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ ടോളറൻസ് എന്ന് പറയുന്ന കാര്യം കൂട്ടി കൊടുക്കുന്നത്. ടോളറൻസ് കൂടുതലനുസരിച്ച് ഏത് കളറാണോ സെലക്ട് ചെയ്യുന്നത് അതിന്റെ വേരിയേഷൻ എടുക്കുന്നതും കൂടും. ഉദാഹരണത്തിന് നമ്മൾ ഈ ടോളറൻസിന്റെ വാല്യൂ കൂട്ടി അതൊരു 100 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി റെഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കംപ്ലീറ്റ് റെഡും കവർ ചെയ്തു, അതിൻ്റെ കൂടെ ഇയാളുടെ സ്കിന്നും കവർ ചെയ്തു. സ്കിൻ കവർ ചെയ്യാൻ കാരണം സ്കിൻ എന്ന് പറയുന്നത് റെഡിന്റെ ഒരു ടോൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് റെഡിന്റെ കൂടെ ആ സ്കിൻ കളർ കൂടെ സെലക്ട് ചെയ്തത്. നമ്മൾ എന്നിട്ട് ഇതിന്റെ ടോളറൻസ് കുറച്ചിട്ടൊരു 60 ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഈ റെഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ വേരിയേഷൻ സെലക്ട് ചെയ്തതിന്റെ എമൗണ്ട് അവർ കുറച്ചു. ഇനി നമ്മൾ ടോളറൻസ് കുറച്ചൊരു 20 ഒക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന കളറിനോട് വളരെ അടുത്ത് കിടക്കുന്ന കളർ വേരിയേഷൻസ് മാത്രമേ സെലക്ട് ആവുള്ളൂ. ഉദാഹരണത്തിന് ഇയാളുടെ മുഖത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ വൈറ്റിഷ് യെല്ലോ വന്നിട്ടുള്ള കളർ മാത്രമേ സെലക്ട് ആയുള്ളൂ.
ഈ ടൂൾ സെറ്റിന്റെ ഷോർട്ട് കീ വരുന്നത് W ആണ്, അതായത് മാജിക് വാണ്ട് എന്നുള്ളതിന്റെ W. ഈ ടൂൾസ് ഒക്കെ വളരെ സിമിലർ ആയിട്ടുള്ള ടൂൾസ് ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജിന്റെ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ നമുക്ക് കളറാണ് സെലക്ട് ചെയ്യേണ്ടത് അതോ എഡ്ജസ് വെച്ചിട്ടാണോ സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ടൂൾസ് യൂസ് ചെയ്യേണ്ടത്.